എന്തൊരു പോക്ക ഇത്? ഇതാ ഫ്രെഡിയുടെ വണ്ടിയല്ലേ? നാണക്കേട്. നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തുടാ. ഒരു നാരിന്ത് പെണ്ണിന്റെ തല്ലും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഫ്രെഡി, അത് ജുവൽ മറ്റു പെൺകുട്ടികളെ പോലെയല്ല. നമ്മുടെ കളിയൊന്നും അവളുടെ അടുത്ത് നടക്കത്തില്ല. നീ ആരാളുടെ ഫാനോ? ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ കാണായിരുന്നു. ഓ പിന്നെ വേണ്ട. നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ആ ജൂവലിന്റെ ക്ലാസ്മേറ്റ് പ്രീതിയെ വിളയ്ക്കാൻ നീ കുറെ നോക്കിയതല്ലേ? എന്നിട്ട് എന്തായി? ജൂവൽ അത് പൊളിച്ച് കയ്യിൽ തന്നു. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? നിനക്ക് കാണണോ? എനിക്ക് അവളെ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് കാണണോ? പറ, കാണിച്ചു തരാം. ഫ്രെഡിക്ക് എന്ത് വേണം? നിന്നെ. മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്റെ അപ്പനും അമ്മ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. ഓ, ഇവക്ക് തൊന്തയും തള്ളയൊക്കെ ഉള്ളതാണെന്ന്. ആഹാ, എന്റെ സ്വഭാവം കണ്ടാ പറയാത്തില്ലല്ലോ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാന്ന്. മോളെ അവിടെ നിക്കടി. നീ ആണുങ്ങളെ തല്ലുന്നവളാന്ന് കേട്ടു. എന്റെ ദേഹത്ത് തൊട്ട ചിലപ്പോ തല്ലിന്നിരിക്കും. എന്നാലൊന്ന് കാണട്ടെ. ഫ്രെഡി കൈവിട്. വിട്ടില്ലെങ്കിൽ നീ തല്ലു. ഫ്രെഡി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, കൈവിട്. എടി, പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് അല്ലെങ്കിലേ വിവരം അറിയും. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ പഠിക്കും. മാറി പ്രിൻസിപ്പള് പിന്നെയും തല്ലിയോ? ക്ലാര ഇതറിഞ്ഞോ? ഇല്ല, ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ചിട്ട് ക്ലാര ആന്റി ഇത് അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിടുക്കി. യു ആർ സ്മാർട്ട് ലക്ഷ്മി. ആശ്വാസായി. ഒരാളെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരും പറയുന്ന ഞാൻ ചെയ്തത് കൂടിപ്പോയെന്നാ. പിന്നെ ഒരു കാര്യം, എന്റെ റിയൽ നെയിം ജുവൽ എന്നാ. Is it? Nice name. ജുവൽ എന്ന് പറഞ്ഞാൽ രത്നം. That means you are valuable. അല്ല, എന്ത് പറ്റി ഇപ്പൊ സത്യം പറയാൻ? I don't know. ലക്ഷ്മി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോ മറ്റാരോട് അമീർ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാ. ഓക്കെ. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? എന്ത്? ഫ്രെഡിയെ തല്ലിയ കാര്യം. മമ്മി അറിഞ്ഞിട്ടില്ല. മമ്മി അറിയാതെ ഡാഡി അത് ഹാൻഡിൽ ചെയ്തു. അയ്യോ, മമ്മി അറിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഒരു യുദ്ധം നടന്നേനെ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ എന്തായടി? നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഓരോന്നും കാണിച്ചു കൂട്ടും. അതിന്റെ ഒക്കെ അനുഭവിക്കുന്ന ഞങ്ങളാ. ഇതൊക്കെ പറഞ്ഞ് മമ്മി ഇവിടെ കിടന്ന് ഷൈൻ ചെയ്തേനെ. മമ്മിയുടെ മുന്നിലെങ്ങാനും തോറ്റുപോയാലത്തെ അവസ്ഥ. ഹോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? തോൽക്കാനും ജയിക്കാനും ഇത് ഫുട്ബോൾ കളിയാ. ആ, ഒരു തരത്തിൽ പറഞ്ഞ ഞങ്ങള് തമ്മിലൊരു ഫുട്ബോൾ കളി തന്നെയാ. ത്രൂ ഔട്ട് ഒരു സമനിലയിലാ പോയിക്കൊണ്ടിരിക്കുന്നെ. ഈ സംഭവം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ മമ്മിക്ക് ഇതൊരു പെനാൽറ്റി ആയനെ. അയ്യോ, സത്യമായിട്ടും ഡാഡിക്ക് ഒരു റഫറിയുടെ റോള് തന്നെയാ. ഒന്ന് ചിന്തിച്ചാൽ മമ്മി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? ജുവൽ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷെ ആണുങ്ങളെ വാശി കയറ്റിയാൽ അല്പം സൂക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദ്യത്തെ ചെറുപ്പക്കാരനെ പോലെയല്ല ഫ്രെഡി. ഐ ഫീൽ ഹി ഈസ് ഡേഞ്ചറസ്. യു ഷുഡ് ബി കെയർഫുൾ. രാഹുൽ. രാഹുൽ. വരുന്നു. നീ എന്നെ കടയിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് കാറിങ് കൊണ്ടുവരെ. അമ്മയ്ക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ട്. അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയുള്ള അവസ്ഥ അറിയാലോ. എടാ, ആ അവസ്ഥ എനിക്ക് അറിയാവുന്നുണ്ടല്ലേ നിന്നെ ഏൽപ്പിക്കുന്നേ. എനിക്ക് വേറെ പണിയുണ്ട്. ഞാനും ഫ്രീ അല്ലേ, എനിക്ക് വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം? അത് ഒരു പ്രോജക്റ്റ് വർക്ക്. എന്ത് പ്രോജക്റ്റ് വർക്ക്? അത് പിന്നെ MBA കാർക്ക് പല പ്രോജക്റ്റ് വർക്കുകളില്ലേ, അതിലൊരെണ്ണം ഈ ടൗണിലെ പല കടകളിൽ കയറി ചെയ്യേണ്ടതാണെന്നേ. എനിക്കും കുറെ കടകളിൽ കയറാനുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്നാ നിന്റെ കാര്യങ്ങൾ നടത്താമല്ലോ. അത് ശരിയാണല്ലോ. അത് ശരിയാവില്ലെന്നേ. അതെന്നാ ശരിയാവത്തെ? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്നേ. അല്ലല്ലോ, എനിക്കൊരു ആവശ്യം വരുമ്പോ ഇവിടെ ആർക്കും സമയമില്ല. പ്ലീസ്, നിങ്ങൾ ഇന്ന് വൈകിട്ട് അല്പം നേരത്തെ വരണം. മേരി, ഇന്ന് എനിക്ക് കടയിൽ പെടുപ്പത് പണിയുണ്ട്. ഇത്തവണ നീ ഒരു ഓട്ടോ പിടിച്ചു പോ. കാറുമായിട്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞും പോയി. ആരോട്? എന്റെ കൂടെ ജുവലും ക്ലാരയും വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ വരാം. ഇനിയിപ്പം ഞാൻ കാരണം അമ്മ അവരുടെ മുമ്പിൽ നാണം കിടണ്ട. അപ്പൊ നിന്റെ പ്രൊജക്റ്റോ? അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കാം. അത് നന്നായി. നീ വേഗം പോയി ഡ്രസ് ചെയ്യേ. ഈ പ്രൊജക്റ്റ് കൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ?
സോറി. ഹായ് രാഹുൽ. ഹായ്. രാഹുൽ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി ആർക്കാ? രാഹുലിന്? ആക്കിയതാണ്. രാഹുൽ ആ? ഒന്നിങ്ങ് വന്നേ. ആ. ആ, എന്താ? ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? കിടു അപ്പൊ കാലൊക്കെ. ചെയ്യാല്ലേ? ഈ ഡിസൈൻ മതിയെ. ഇതിന്റെ നെക്ക് നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. ഒന്ന് കാണിച്ചേ. അയ്യേ, ഇത് ശരിയാവത്തില്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് മതി. ഈ തുണിക്ക് ഈ ഡിസൈൻ ഒട്ടും ചേരുന്നില്ല. ഇത് ചേരും. രാഹുൽ പറഞ്ഞു ഇത് ചേരൂന്ന്. ആഹാ, രാഹുൽ അങ്ങനെ പറഞ്ഞോ? എന്തേ? ഇതിനെന്താ കുഴപ്പം? ഇത് ഒത്തിരി ഇറങ്ങിയതാ. ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് കുനിയാൻ പോലും പറ്റത്തില്ല. അതിനൊരു ഷോൾ ഇട്ടാ പോരെ? അതൊന്നും ശരിയാവത്തില്ല, അത് വേണ്ട. അതൊക്കെ ശരിയാവും, എനിക്കിത് മതി. വെറുതെ വാശി പിടിക്കില്ല. മമ്മിയാ വാശി പിടിക്കുന്നേ. ജോൽ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കുന്നത്? എനിക്ക് ഈ ചുരിദാർ വേണ്ട. പ്രശ്നം തീർന്നല്ലോ. അവള് ഇതിനെയൊക്കെ എടുത്ത് അകത്ത് വെച്ചൂടെ നിങ്ങൾക്ക്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ നാണം കിട്ടിട്ടില്ല. ഇത്രയും നാളും വീട്ടിനകത്ത് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുറത്തു വെച്ചു ആവാന്നായി. ആരെയും ഭയമില്ല. എന്തൊരു അഹങ്കാരാന്നറിയാവോ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവിടെ അമ്മയല്ലേ ജോ. എന്റെ ക്ലാരെ, എനിക്ക് ഓഫീസിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ സ്വല്പ സ്വസ്ഥത. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ആരോടാ പറയുന്നേ? പ്രായപൂർത്തിയായ ഒരു മോളുണ്ട്. അവൾ എന്റെ ശത്രുവാ. പിന്നുള്ളത് ഈ കരടാ. എടാ കരടെ, കുറച്ച് വെള്ളവും കൂടെ കുടി. എനിക്ക് എന്റെ വിഷമം ഒന്ന് ഉള്ളി പിടിച്ചോണ്ടങ്ങനെ നടക്കാനുള്ള കഴിവില്ല. ആരോടെങ്കിലും എനിക്ക് പറഞ്ഞാലേ സമാധാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയും പറയും. എന്നോട് പറയുന്നത് കൊണ്ട് നിനക്ക് സ്വല്പം ആശ്വാസം കിട്ടുമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. എല്ലാ ദിവസവും എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കാ. ഇത് ഇങ്ങനെ പോയാ ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ജോ പറഞ്ഞതിന് ശേഷം ഞാൻ അവളോട് ഒരനാവശ്യത്തിനും പോകാറില്ല. പിന്നെ ഒരു പെങ്കൊച്ച് വളർന്നു വരുമ്പം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയായ ഞാനാ. ഒരു പെൺകുട്ടി മോശമായിട്ട് നടന്ന അവളെ ആരും കുറ്റം പറയത്തില്ല. അവളുടെ അമ്മയ്ക്കത് നേരെ ചൊവ്വേ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലെന്നേ പറയത്തുള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. ജുവലിനെ അറിയാവുന്ന ആരും നിന്നെ കുറ്റം പറയുകയില്ല. പറയും. മേരിയണി പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? എടാ, എന്ത് പറഞ്ഞെന്ന്? ചേച്ചി ഇങ്ങനെ തോന്നിയത് പോലെ നടക്കുന്നത് മമ്മിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന്. ആരോട്? എവിടെ വെച്ചാ പറഞ്ഞേ? അതൊക്കെ ഇനി എന്തിനാ ചകയുന്നത്? നീ കറി വിളമ്പ്. എനിക്കത് അറിയണം. പറയടാ. ക്ലബ്ബിൽ വെച്ച് ലക്ഷ്മി ആന്റിയോട്. ദൈവമേ, ഞാൻ ഇനി അവരുടെ മുഖത്തങ്ങനെ നോക്കും. കേട്ടില്ലേ? എന്റെ കഴിവുകേടാണെന്ന്. ഞാൻ പറയുമ്പോ മനസ്സിലാവത്തില്ലല്ലോ. എടാ, എന്നാടാ പറഞ്ഞേ? അന്ന് ഗോൾഫ് ക്ലബ്ബിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നില്ലേ? അന്ന് പറഞ്ഞതാ. ഇനി എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? നീ കറി വിളമ്പ്. അയ്യോ, അപ്പം 3 മാസമായി പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോഴാ എഴുന്നള്ളിക്കുന്നത്. അവനത് മറന്നുപോയി കാണും. നീ വിട്ടുകളാ, അവൻ കുഞ്ഞല്ലേ. നീ കറി വിളമ്പ്. മറന്നൊന്നുമല്ല, ഞാനത് പറഞ്ഞായിരുന്നു. എന്നോട് എപ്പോഴാടാ പറഞ്ഞേ? മമ്മിയോടല്ല, ഡാഡിയോട്. എന്നോടെപ്പോഴാ പറഞ്ഞത്? അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു. അപ്പൊ ഡാഡിയല്ലേ പറഞ്ഞേ മമ്മിയോടൊന്നും പറയണ്ടാന്ന്? എല്ലാം മറന്നുപോയോ? ഇവൻ എന്ത് പിച്ചും പെയ്യൊക്കെ പറയുന്നത്? എനിക്കൊരു ഓർമ്മയില്ല. വേണ്ട ജോ, എനിക്കെല്ലാം മനസ്സിലായി. ക്ലാരേ, നീ വിട്ടുകളാ കറി വിളമ്പ്. വിട്ടുകളാ കറി വിളമ്പെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചതാ. ക്ലാരേ, ഞാൻ വേണ്ട ജോ, എനിക്ക് സന്തോഷമായി. എന്റെ ഭർത്താവ് പോലും എന്റെ കൂടെ ഇല്ല. നിനക്ക് ഞാൻ ക്ലാരേ, ഐ എം സോറി. നിന്നിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ അറിയുമ്പോ വിഷമിക്കുമല്ലോ എന്ന് ഓർത്താ. ക്ഷമിച്ചേളാ. കറി വിളമ്പ്. ജുവൽ എവിടെ? അവള് കഴിക്കുന്നില്ലേ? എനിക്കറിയാൻ മേല. ഒരു ദിവസം അത്താഴ ഭക്ഷണം കടന്നൊന്നും വെച്ച് മനുഷ്യൻ ചാവും പറ്റൂല. ചെയ്തത് ശരിയായില്ലെന്ന് അവൾക്ക് തോന്നുന്നുണ്ടാവും. അതോർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. തെറ്റ് ചെയ്തവർ ഇച്ചിരി വിഷമിക്കുന്നത് നല്ലതാ. മതി മതി മതി. മമ്മി, ഒരു ചിക്കൻ പീസ് 3-4 കഷ്ണം തീർക്കാൻ വല്ല ശൂലയും പിടിക്കും. വേഗം കഴിച്ചിട്ട് എണീക്കാൻ നോക്ക്. മനുഷ്യന് വേറെ പണിയുണ്ട്. ഡാഡി ഇന്ന് നേരത്തെ വന്നോ? എന്തോ ഇന്ന് നല്ല വിശപ്പ്. മോനെ ഒരു ചപ്പാത്തിയോടെ തട്ടിയടാ. മതി മമ്മി. ഒന്നുകൂടെ തിന്നടാ. ഒരു ചിക്കൻ പീസും കൂടെ തരാങ്കി. ഒന്നെന്തിനാ ആക്കുന്നേ? 2 തരാവല്ലോ. എന്നാ വസ്ത്രധാരണത്തിലെ ശ്രദ്ധ അമ്മമാർക്കും ബാധകമാണ്. ജുവൽ, ഇറ്റ്സ് നോട്ട് ഫെയർ ഡാഡി. മക്കളെ ഉപദേശിച്ചാ പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. ജുവൽ, സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഞാൻ പ്രവർത്തിച്ച് കാണിക്കണ്ടേ? ക്ലാര, പ്ലീസ്. ജോ, എനിക്ക് ഇതിന്റെ മറുപടി കിട്ടണം. മകളെ പേടിച്ച് വീട്ടിൽ താമസിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല. എടി, ഞാൻ എന്താ പ്രവർത്തിച്ച് കാണിക്കേണ്ടെന്ന്? എന്റെ നൈറ്റ് ചൂണ്ടി കാണിച്ച് നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ക്ലാര,
ചോന്നും ധരിക്കാനാ പറഞ്ഞത്. എടി ഇത് ഞാൻ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സാ. നിന്നെ പോലെ പുറത്തൊക്കെ നടന്ന് പ്രദർശിപ്പിക്കുന്നില്ല. അകത്തായാലും പുറത്തായാലും മാന്യമായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം വെച്ച് എന്തോ പല്ലൂപ്പത്തിന് താഴെ കണക്ക് പറഞ്ഞേക്കാം. അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം